ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ ചരിത്രത്തെ വിമർശന വിധേയമാക്കി പരിഗണിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു പുരോഹിത കുടുംബമായിരുന്ന മത്താത്യാസിൻ്റെ കുടുംബം, കുടുംബപരമായി പുരോഹിതന്മാരായിരുന്ന ഹസ്മോണിയൻസ്, അവർ രാഷ്ട്രീയ ഭരണത്തിൽ കൂടി ഏർപ്പെട്ടതിനെ ആണ്. പൗരോഹിത്യം രാഷ്ട്രീയവുമായി കൂടിച്ചേരുമ്പോൾ അത് അപജയങ്ങളിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് മക്കബായരുടെ ചരിത്രം എന്ന് വിമർശന ബുദ്ധ്യാ ഇതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ, ഒരു പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ മക്കബായർ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവർ രാഷ്ട്രീയ അധികാരം കൂടി സ്വീകരിച്ചത് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്തുമാകട്ടെ, ഒരു കാര്യം സത്യമാണ്, മക്കബായരുടെ ചരിത്രം എന്നത് കേവലം ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ മതജീവിതത്തിൻ്റെ ചരിത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ചരിത്രം കൂടിയാണ്. ഇത്തരത്തിൽ മക്കബായരുടെ നേതൃത്വത്തിൽ യഹൂദർ ഇടപെട്ട രാഷ്ട്രീയപരമായ ചില സഖ്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും റോമക്കാരും സ്പാർട്ടക്കാരുമായി അവർ ഇടപെട്ട ആ സഖ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ചുകൊണ്ട് എപ്രകാരമാണ് മക്കബായരുടെ നേതൃത്വത്തിൽ റോമക്കാരുമായി ഉണ്ടായിരുന്ന സഖ്യം, രാഷ്ട്രീയ സഖ്യം നവീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 1 മക്കബായർ 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശം അയച്ചു. അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ച് പറഞ്ഞു, പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദ ജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. മക്കബായരുടെ മഹാനായ നേതാവ് യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്താണ് ആദ്യമായി മക്കബായർ റോമാക്കാരുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ ഇതിനകം കണ്ട് പഠനവിധേയമാക്കിയ ഭാഗമാണ്. പ്രത്യേകിച്ച് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ വിശദമായി നമ്മൾ ഇക്കാര്യം കണ്ടതാണ്.
യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്ത് റോമക്കാരുമായുള്ള ഈ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ഒരു രാഷ്ട്രീയ സംരക്ഷണം തങ്ങൾക്ക് ലഭിക്കണം. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ 12-ാം അധ്യായം വായിക്കുമ്പോൾ ജോനാഥൻ്റെ സമയത്ത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെ പെട്ടെന്നുള്ളൊരാവശ്യമൊന്നും മക്കബായർക്കില്ല. കാരണം ജോനാഥാൻ്റെ കാലത്ത് സാമാന്യം നല്ല ഒരു നിലയിലായിരുന്നു മക്കബായർ യഹൂദർ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൈനികമായും രാഷ്ട്രീയപരമായും മക്കബായർ കാലത്ത് പ്രബലരായിരുന്നു. എങ്കിൽ പോലും മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടുകൊണ്ട് ദീർഘദർശിത്വത്തോടെ, വളരെ ദീർഘവീക്ഷണത്തോടെ ജോനാഥാൻ ചില രാഷ്ട്രീയ സഖ്യങ്ങളിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡെലഗേറ്റ് സംഘത്തെ, പ്രതിനിധി സംഘത്തെ ജോനാഥാൻ എന്ന പ്രധാന പുരോഹിതൻ, രാഷ്ട്രീയ നേതാവ് റോമായിലേക്ക് അയക്കുന്നു. എന്നാൽ റോമായിലേക്ക് മാത്രമല്ല ഇത്തരത്തിൽ ആളുകൾ അയക്കപ്പെടുന്നത്. ഇതുപോലുള്ള പ്രതിനിധി സംഘങ്ങൾ പ്രധാനമായും സ്പാർത്തായിലേക്ക് കൂടെ അയക്കപ്പെടുന്നുണ്ട്. റോം മാത്രമല്ല, സ്പാർത്ത ഉൾപ്പെടെ മറ്റ് സ്ഥലങ്ങളിലേക്കും ദൂതന്മാർ അയക്കപ്പെടുന്നു. യോഗ്യരായ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു അവരെയാണ് അയക്കുന്നത്. ഒന്നിലധികം രാഷ്ട്രീയ സഖ്യങ്ങൾ ആവശ്യമാണ് എന്ന ബോധ്യം ജോനാഥന് ഉണ്ടായിരുന്നു. അതിനായി കഴിവുള്ള, നൈപുണ്യമുള്ള വ്യക്തികളെ അംബാസഡർമാരായി, വക്താക്കളായി അയക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഓരോ രാജ്യവും മറ്റ് രാജ്യങ്ങളിലേക്ക്, എംബസികളിലേക്ക് അവരുടെ അംബാസഡർമാരെ അയക്കുന്നതിൻ്റെയൊക്കെ തുടക്കമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രങ്ങൾ തമ്മിൽ, നേതാക്കൾ തമ്മിൽ സഖ്യങ്ങൾ ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാക്കാനും ഒക്കെ നൈപുണ്യമുള്ളവരെ, കഴിവുള്ളവരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന രീതി. എന്തുകൊണ്ടായിരിക്കും റോമിലേക്ക് പ്രതിനിധി സംഘത്തെ, ഡിപ്ലോമാറ്റ്സിനെ അയക്കുന്ന കൂടെ തന്നെ സ്പാർത്തയിലേക്കും അയച്ചത്? അതിന് ഒരു കാരണമുണ്ട്. ഇക്കാലത്ത് റോമക്കാരും സ്പാർത്തക്കാരും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് റോമക്കാരും സ്പാർത്തക്കാരും തമ്മിലുള്ള അടുപ്പം മുൻകൂട്ടി മനസ്സിലാക്കി രണ്ടുപേരുടെയും പിന്തുണ ആർജിക്കുന്നതിനും രണ്ടുപേരുടെയും സൗഹൃദം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഒരേ സമയം രണ്ടിടങ്ങളിലേക്കും ഡിപ്ലോമാറ്റ്സ് അയക്കപ്പെടുന്നത്. അതുവഴി സ്പാർത്തയുമായും റോമുമായും ഒരേ സമയം സൗഹൃദത്തിലേക്ക് വരാൻ സാധിക്കും എന്നും ജോനാഥാൻ ചിന്തിച്ചിട്ടുണ്ടാകാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജോനാഥാൻ എന്ന മക്കബായ നേതാവ് മക്കബായരുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക അയാൾ നടത്തിയ വലിയ യുദ്ധവിജയങ്ങളെ പ്രതിയല്ല. തീർച്ചയായും യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, യുദ്ധവിജയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ജോനാഥാൻ എന്ന മക്കബായ നേതാവ് മക്കബായരുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അയാളുടെ രാഷ്ട്രീയ നയതന്ത്രത്തിൻ്റെ പേരിലായിരിക്കും. പ്രാർത്ഥനാപൂർവം രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്താനും ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഒരു നേതാവായിരുന്നു ജോനാഥാൻ. ഇത്തരത്തിലുള്ള സഖ്യങ്ങളും മറ്റും നേടുമ്പോൾ ജോനാഥാൻ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: തൻ്റെ ജനത സംരക്ഷിക്കപ്പെടണം, യഹൂദ ജനത സംരക്ഷിക്കപ്പെടണം എന്ന വലിയ താല്പര്യത്തോടെയാണ് ഇത്തരത്തിലുള്ള വിദേശീയ ശക്തികളുമായി പോലുമുള്ള രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് അയാൾ മുൻകൈയെടുക്കുന്നത്. ഇവിടെ ജോനാഥനെക്കുറിച്ച് പറയുന്നത് അയാൾ ജാഗ്രതയോടെ നിലകൊണ്ടു എന്നുള്ളതാണ്. ജാഗ്രതയോടെ നിലകൊള്ളുന്ന ഒരു നേതാവാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ നാം ഉണർന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളെ പ്രാർത്ഥനാപൂർവം നാം വിലയിരുത്തണം. അത് രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും. രാഷ്ട്രീയത്തിൽ എക്കാലത്തേക്കും ശത്രുതയോ സൗഹൃദമോ ഇല്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നാം ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കണം, പ്രാർത്ഥനയിൽ ദീർഘവീക്ഷണം നേടണം, ആരോഗ്യപരമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. ദൈവത്തിനായി, ദൈവത്തിൻ്റെ ജനത്തിനായി ധൈര്യപൂർവ്വം നിലകൊള്ളണം എന്നും ജോനാഥാൻ എന്ന ഈ നേതാവിൻ്റെ ഈ മാതൃക നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗത്ത് 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ജോനാഥാൻ സ്പാർത്തക്കാർക്ക് ഒരു കത്ത് അയക്കുന്നതിൻ്റെ പകർപ്പാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ജോനാഥാൻ സ്പാർത്തക്കാർക്ക് അയച്ച ഒരു കത്തിൻ്റെ പകർപ്പാണ്. ജോനാഥാൻ സ്പാർത്തക്കാർക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥാനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്ത് അയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളെയാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി അവർ ലജ്ജിതരായി. റോമക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്ത്യോക്കസിൻ്റെ മകൻ നുമേനിയുസിനെയും ജാസൻ്റെ മകൻ അന്തിപ്പാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് വന്ന് അഭിവാദനം അർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ. വളരെ ഹൃദ്യമായ ഒരു കത്ത്, ചരിത്രത്തെ ഓർത്തെടുത്തുകൊണ്ടുള്ള കത്ത്. ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സ്പാർത്തക്കാരും യഹൂദരും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന കത്ത്. അതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട കത്തിൻ്റെ പകർപ്പ്.
മക്കബായരുടെ വിപ്ലവ ചരിത്ര വഴികളിൽ നയതന്ത്രങ്ങളുടെ പ്രാധാന്യം ഈ കത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യഹൂദരുടെ നേതാവും മഹാപുരോഹിതനുമായിരുന്ന ജോനാഥാൻ കത്തെഴുതുകയാണ് സ്പാർത്തക്കാർക്ക്. കത്തിലൂടെ പഴയ സൗഹൃദം ഓർത്തെടുക്കുന്നു. അതോടൊപ്പം തങ്ങളുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ച് സ്പാർത്തക്കാരെ അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു ഓനിയാസിനെ കുറിച്ചും ഒരു ആരിയൂസിനെ കുറിച്ചും പറയുന്നുണ്ട്. ആരാണ് ഈ ഓനിയാസ്? യഹൂദരുടെ ആദരണീയനായ പുരോഹിതനായിരുന്നു ഓനിയാസ്. ഈ ഓനിയാസിന് കാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് സ്പാർത്തക്കാരുടെ രാജാവായിരുന്ന ആരിയൂസ് ദൂതന്മാർ വശം ഒരു കത്ത് കൊടുത്തയച്ചു. അതിനുള്ളിൽ സ്പാർത്തക്കാർ യഹൂദരെ സഹോദരർ എന്നാണ് അഭിവാദനം ചെയ്തിരിക്കുന്നത്. അവരെ, യഹൂദരെ, സഹോദര തുല്യരായി കണ്ടുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു. സൗഹൃദത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന കത്ത്. ജോനാഥൻ ഇവർക്ക് എഴുതുകയാണ്, അക്കാലം മുതൽ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ആ സൗഹൃദം നമുക്ക് ഇനിയും ഊട്ടി ഉറപ്പിക്കാം. ഈ കത്തിൽ ജോനാഥൻ ഇവരോട്, സ്പാർത്തക്കാരോട്, തങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം കൂടി ഏറ്റു പറയുന്നുണ്ട്. ജോനാഥൻ ഇവർക്ക് എഴുതുകയാണ്, ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നു. അതുകൊണ്ട് ആത്യന്തികമായി ഞങ്ങളുടെ സഖ്യം അത് ദൈവത്തോടാണ്. ഞങ്ങൾ വിശ്വാസികളാണ്. ദൈവമായ കർത്താവിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ സഹായമാണ് എന്നേറ്റു പറഞ്ഞുകൊണ്ടാണ്, ഗോഡ് ഈസ് അവർ ഹെൽപ്പ് എന്നേറ്റു പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് ജോനാഥൻ സ്പാർത്തക്കാർക്ക് അയക്കുന്നത്. ഒരു ഭാഗത്ത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ട്, ദൈവം സംരക്ഷണം നൽകുമെന്ന ബോധ്യമുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും സഖ്യങ്ങളും ആവശ്യമാണ് എന്ന ബോധ്യവും എന്ന ചിന്തയും ഈ പ്രധാന പുരോഹിതന് ഉണ്ട്. സമൂഹത്തിൽ നിന്നും, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു ജീവിതമല്ല ദൈവഹിതം. സഖ്യങ്ങളും ബന്ധങ്ങളും സൗഹൃദവും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു എന്ന് ഈ കത്തിൽ പരാമർശിച്ചുകൊണ്ട് തങ്ങളുടെ ആ പഴയ കാലം ഓർത്തെടുക്കുകയാണ്. മഹാപുരോഹിതനായ ഓനിയാസിൻ്റെ കാലം, അക്കാലത്ത് സ്പാർത്തയുടെ രാജാവായ ആരിയൂസിൻ്റെ ഓർമ്മകൾ, യഹൂദരും സ്പാർത്തക്കാരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം സാധൂകരിക്കപ്പെടുന്നു. ഈ പഴയ കത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക. അക്കാലത്തും യഹൂദർ അവരുടെ ചരിത്ര ആഖ്യാനങ്ങളെ, ചരിത്ര വസ്തുക്കളെ എത്രമാത്രം കൃത്യമായി സൂക്ഷിച്ചിരുന്നു. യഹൂദർ ചരിത്രത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ജനതയാണ്. ഒരുപക്ഷെ നമുക്കെല്ലാം പാഠമാണത്. ചരിത്രരേഖകളെ, ചരിത്ര വസ്തുതകളെ, ചരിത്രത്തെ വലിയ സാങ്ക്ടിറ്റിയോടെ സൂക്ഷിക്കേണ്ട ഇന്നലകളുടെ ഓർമ്മകളാണ് എന്ന ബോധ്യം യഹൂദർക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ
ചരിത്രത്തെ വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കാനുള്ള ജാഗ്രത നമ്മൾ പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. ജോനാഥനെ പോലെ വിശ്വാസത്തോടും ജ്ഞാനത്തോടും കൂടെ മറ്റുള്ളവരുമായി സഹകരണത്തിൽ ജീവിക്കാൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താനുള്ള ശ്രമം നമുക്കുണ്ടാകണം എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തതായി, ജോനാഥാൻ്റെ ഹൃദ്യമായ ഈ കത്തിന്, വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള കത്തിന്, ചരിത്രത്തെ ചികഞ്ഞെടുത്ത് ഓർത്തെടുത്തുകൊണ്ടുള്ള കത്തിന് സ്പാർത്തക്കാർ ഒരു മറുപടി അയക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വചനങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. നമുക്കൊന്ന് വായിക്കാം. 1 മക്കബായർ 12, 19, 23. ഓനിയാസിനയച്ച കത്തിൻ്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തായിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു. സ്പാർത്തക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രാഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമമറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപരമായൊരു മറുപടി കത്ത്, അതും ചരിത്രരേഖയെ ചികഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ പിൻബലത്തിലാണ് സ്പാർത്തക്കാരും കത്തെഴുതുന്നത്. അവരുടെ കത്തിലും അവർ അവരുടെ രാജാവായിരുന്ന ആരിയൂസ് പ്രധാന പുരോഹിതനായിരുന്ന ഓനിയാസിന് അയച്ച കത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അതിലവർ പറയുന്ന 2-3 പ്രയോഗങ്ങൾ ഒരുപക്ഷെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഒന്ന് ഇപ്രകാരമാണ്: സ്പാർത്തക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രാഹത്തിൻ്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ അല്ല, മറിച്ച് നയതന്ത്രപരമായ ഒരു പ്രയോഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സ്പാർത്തക്കാരെങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ മക്കളാകുന്നത്? ഇതൊരു ഡിപ്ലോമാറ്റിക് വേ ഓഫ് സ്പീക്കിംഗ്, നയതന്ത്രപരമായ ഒരു സംസാരം. നമ്മൾ സഹോദരങ്ങളാണ് എന്ന കാര്യം വരയിടാൻ വേണ്ടി പറയുന്ന ഒന്നായിട്ട് മനസ്സിലാക്കാം. അതല്ല, ചില പുരാതനമായ കുടിയേറ്റ പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ സ്പാർത്തക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരായ ഏരിയയിൽപ്പെട്ട ആളുകൾ യഹൂദരുമായി വംശാവലിപരമായ ഒരു ബന്ധം ഉള്ളവരാണെന്ന് വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതരുമുണ്ട്. അതിനെക്കുറിച്ച് ചരിത്ര വസ്തുതകളില്ല, അതിനെ സാധൂകരിക്കുന്ന ചരിത്രപരമായ യാതൊന്നുമില്ല. അതുകൊണ്ട് കൂടുതൽ ശരിയായിട്ടുള്ളത് ഇതിനെ ഒരു നയതന്ത്രപരമായ ബന്ധമായി, ആ ഒരു പ്രസ്താവനയായി മനസ്സിലാക്കാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്പാർത്തക്കാർ ഇപ്രകാരം നമ്മൾ സഹോദരരാണ്, നമ്മൾ അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് യഹൂദരോട് പറയുന്നത്? അതിന് ആത്മീയപരമായ ഒരു കാരണമുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവുമായുള്ള ബന്ധം, അത് തങ്ങൾക്കുണ്ടാകണമെന്ന ആഗ്രഹം അക്കാലത്ത് മറ്റ് ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് ഈ കത്തിലൂടെ വ്യക്തമാവുന്നു. ഒരുപക്ഷേ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഒരു പ്രയോഗം കൂടി ഈ കത്തിലുണ്ട്. അതിപ്രകാരമാണ്: നിങ്ങളുടെ കന്നുകാലികളും വസ്തുക്കളും ഞങ്ങൾക്കുള്ളതാകുന്നു, ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ പ്രസ്താവനയും അക്ഷരാർത്ഥത്തിൽ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം ഇത് പുരാതന കാലത്തെ ഒരു ഉടമ്പടിയുടെ ഭാഷയാണ്. നിന്റെ ജനം എൻ്റെ ജനം എന്ന് റൂത്ത് നവോമിയോട് പറയുന്ന വാക്കുകൾ ഏതാണ്ട് ഇതിനോട് ചേരുന്ന ഒന്നാണ്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങളുടേതും ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടേതും എന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടുമെന്നാണ് ഇതിൽ നിന്ന് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് തീവ്രമായ പരസ്പര പ്രതിബദ്ധതയും
വിഭവങ്ങളുടെയും വിധിയുടെയും പൂർണ്ണമായ പങ്കിടലും ഇതിലൂടെ രണ്ട് രാജ്യങ്ങളും അംഗീകരിക്കുന്നു. അതായത് സാധാരണ ഉപരിപ്ലവമായ ഒരു ബന്ധത്തിലും അപ്പുറം ആഴത്തിലുള്ള പരസ്പര പ്രതിബദ്ധതയിൽ അടിസ്ഥാനമൂന്നിയ ഒരു ബന്ധം നമ്മൾക്കിരുവർക്കും ഇടയിലുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് നിങ്ങളുടേത് ഞങ്ങളുടേതും ഞങ്ങളുടേത് നിങ്ങളുടേതും എന്നത്. ഇത്തരത്തിൽ സ്പാർത്തക്കാർ ചരിത്രത്തെ ചികഞ്ഞെടുത്തുകൊണ്ട് ഹൃദ്യമായ ഭാഷയിൽ സ്പാർത്തക്കാർ മറുപടി കത്ത് യഹൂദർക്ക് അയക്കുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇക്കാലത്ത് സ്പാർത്തക്കാരും റോമക്കാരും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ റോമായിൽ നിന്നും വളരെ അനുഭാവപൂർണമായ ഒരു ഇടപെടൽ യഹൂദർക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ റോമിലേക്കും സ്പാർത്തയിലേക്കും ദൂതന്മാരെ അയച്ചുകൊണ്ട് മികവുറ്റ ഒരു സഖ്യകക്ഷി സഹകരണം ജോനാഥാൻ ഇവിടെ ഉറപ്പിക്കുകയാണ്. തുടർന്ന് ജോനാഥാൻ നടത്തുന്ന ചില സൈനിക നീക്കങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കും. അത് അടുത്ത ക്ലാസ്സിൽ വായിച്ച് വിശദീകരിക്കാം.